ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം BJP പ്രവർത്തകർക്ക് പുത്തൻ ആവേശമായി. LDF സർക്കാരിൻ്റെ തുടർച്ചയായുള്ള വിവേചന പരാതിയിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി മറുപടിയും പറഞ്ഞു. പൂർണ്ണമായി രാഷ്ട്രീയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ഇടതു വലതു മുന്നണികളെ ഒരുപോലെ കടന്നാക്രമിക്കുകയും ചെയ്തു. K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര സമാപന സമ്മേളനത്തിൽ കേരള ജനതയോട് മൂന്നാം അവസരത്തിനായി വോട്ട് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയം പറഞ്ഞും LDF-നെയും UDF-നെയും ഒരുപോലെ വിമർശിച്ചും പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കളം നിറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേഗം കൂട്ടി BJP പ്രവർത്തകരും ആവേശത്തിലായി. മോദി कोई कमी नहीं छोड़ेगा और ये मोदी की गारंटी है. തുടർച്ചയായി കേന്ദ്ര അവഗണന ഉന്നയിച്ചിരുന്ന LDF സർക്കാരിന് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വികസനം നൽകിയെന്നും പ്രധാനമന്ത്രിയുടെ മറുപടി. केरल को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है. जब BJP यहां कमजोर थी तब भी हमने केरला को मजबूत बनाने के लिए काम किया. കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പുറത്ത് വലിയ സുഹൃത്തുക്കളാണ്. കോൺഗ്രസിനെ പോലെ തന്നെ ഇപ്പോൾ CPM-ഉം ഒരു കുടുംബത്തിന് പിറകെയാണ്. ടൂറിസത്തിന്റെ നാടായി അറിയപ്പെട്ടിരുന്ന കേരളത്തെ അഴിമതിയുടെ നാടാക്കി മാറ്റാൻ ശ്രമം. ഇങ്ങനെ നീളുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ. केरला में तो एक दूसरे के दुश्मन है, लेकिन केरला के बाहर बाकी देश में ये एक दूसरे के BFF. മൂന്നാം മോദി സർക്കാരിനായി വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി തൊഴിലവസരം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുമെന്നും ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി രാജ്യത്തെ മാറ്റുമെന്നും വാഗ്ദാനം ചെയ്തു.